ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരോടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, ഗൾഫ് കൺട്രീസ് ആണെന്നുണ്ടെങ്കിലും ഇനി ഏത് രാജ്യമാണെങ്കിലും, പക്ഷേ നമ്മളെ മലയാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഗൾഫിലേക്കാണ്. ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റുന്നതും ഗൾഫിലേക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൾഫിലേക്ക് ജോലിക്ക് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോകുന്ന രാജ്യത്തെ തൊഴിൽ നിയമം, അതായത് ലേബർ ലോ, നിങ്ങൾ സൗദി അറേബ്യയിലാണ് പോകുന്നതെങ്കിൽ ആ രാജ്യത്തെ ലേബർ ലോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണം. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണെങ്കിലും നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആ രാജ്യത്തെ നിയമം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് നിങ്ങൾ വേറെ നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഏതൊക്കെ രാജ്യത്ത് എങ്ങനെയൊക്കെ നിങ്ങളെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾ കംപ്ലൈന്റ് എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ അറിയാത്ത ആളുകൾക്ക് ഏതൊക്കെ രാജ്യത്തിൽ ഏതൊക്കെ സ്ഥലത്താണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ പ്രൊസീജിയറും എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആരോടും പറയാൻ പറ്റാതാണെങ്കിൽ നിങ്ങൾ ധൈര്യമായി എൻ്റെ വീഡിയോൻ്റെ താഴെ കമന്റ് ഇടൂ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്ത് പറഞ്ഞുതരും. അപ്പൊ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ആ രാജ്യത്തെ തൊഴിൽ നിയമവും ആ രാജ്യത്തിൽ എങ്ങനെ നിങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന ചൂഷണങ്ങൾ തടയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും, തൊഴിൽ നിയമം വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ എവിടെയൊക്കെ കംപ്ലൈന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ട്രാവൽ ഏജൻസികളും ഇവിടുത്തെ ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടുന്ന് ഒരു കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്യുമ്പോൾ ആ കോൺട്രാക്ട് പേപ്പർ മാത്രമാണ് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഏജൻസികൾ പറയുന്നത് ഒരിക്കലും അപ്പാടെ വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് റിസർച്ച് ചെയ്തിട്ട്, കാരണം ഒരുപാട് പുറത്ത് പറയാത്ത ഒരുപാട് തൊഴിൽ ചൂഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഞാൻ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇവിടുന്ന് ഇവിടുത്തെ ട്രാവൽ ഏജൻസികൾക്കൊക്കെ പൈസ എങ്ങനെയെങ്കിലും ആൾക്കാരെ കയറ്റി വിടുക, അത്ര ധാർമ്മികതയൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഉള്ള ആൾക്കാരുണ്ട്, നല്ല ഏജൻസികളുണ്ട്, നല്ല കമ്പനികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന നല്ല കമ്പനികളുണ്ട്. മലയാളികളുടെ സ്ഥാപനങ്ങൾ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുണ്ട്. എങ്കിലും കൂടുതൽ വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇത് ഞാനൊരു മലയാളി എന്ന രീതിയിൽ പറയുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ യാഥാർത്ഥ്യം അതാണ്. അത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് പേര് അത് പുറത്ത് പറയാത്തതും ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തീർച്ചയായും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് കാരണം അത് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയും. നിങ്ങളെ എംപ്ലോയർക്കൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു നല്ലതായിരിക്കും അങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ അറിയാത്ത ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.